ലോകത്തിലെ ഏറ്റവും വലിയ ഫെസ്റ്റിവലുകളിൽ ഒന്നാണ് ഒക്ടോബർ ഫെസ്റ്റ്. ഇത് ബവേറിയയിലെ മ്യൂണിക്കിൽ സെപ്റ്റംബർ പകുതി അല്ലെങ്കിൽ സെപ്റ്റംബർ ലാസ്റ്റ് തൊട്ട് ഒക്ടോബർ ആദ്യ ഞായറാഴ്ച വരെയാണുള്ളത്. ഒക്ടോബർ ഫെസ്റ്റിന് വേണ്ടി വന്നതാണ്. അപ്പൊ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. ഫ്രാങ്ക്ഫർട്ടിൽ നിന്ന് 3-4 മണിക്കൂർ യാത്രയുണ്ട് മ്യൂണിക്കിലോട്ട്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് മ്യൂണിക് റെയിൽവേ സ്റ്റേഷനിലാണ്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇവിടെ ഭയങ്കര തിരക്കാട്ടോ. കാരണം ഇന്നാണ് ഈ ഫെസ്റ്റിൻ്റെ ആദ്യത്തെ ദിവസം. ആണ് ഈ ഡ്രസ്സ് ഇട്ട് നിൽക്കുന്നവരെല്ലാം ആ ഫെസ്റ്റിന് വന്നവരാട്ടോ. നമുക്ക് അതിന് ബാഗ് വെക്കണം. ആൻഡ് ഈ കാണുന്ന എല്ലാം ലോക്കേഴ്സാണ്. നമുക്കാണെങ്കിൽ ആ ഫെസ്റ്റിൻ്റെ അവിടെ ബാഗ് കൊണ്ടുവത്തില്ല. അപ്പോൾ നമ്മൾ ഇവിടെ വെച്ചിട്ട് വേണം പോകാൻ. അപ്പോൾ നമുക്ക് ബാഗ് ഇവിടെ വെക്കാം. ഞങ്ങൾ ബാഗ് വെച്ചു. ഞങ്ങൾക്ക് ഇനി ഒരു താക്കോല് കിട്ടി. ഇനി നമുക്ക് ഒക്ടോബർ ഫെസ്റ്റിലാണ് പോകാം. മ്യൂണിഷൻ സെൻറ്ററിൽ നിന്ന് U4 അല്ലെങ്കിൽ U5 കയറിയാൽ നമുക്ക് തെരേസ്യൻ വീൽസ് എന്ന് പറയുന്ന സ്റ്റോപ്പിൽ ഇറങ്ങണം. അത് കഴിഞ്ഞ് അവിടുന്ന് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ ഒക്ടോബർ ഫെസ്റ്റിലോട്ട്. റെയിൽവേ സ്റ്റേഷനിൽ പുറത്ത് ഇറങ്ങിയപ്പോൾ കണ്ട കാഴ്ചയാണിത്. ഭയങ്കര തിരക്കാട്ടോ. ഒക്ടോബർ ഫെസ്റ്റ് തുടങ്ങുന്ന തന്നെ ഒരു പരേഡിലൂടെയാണ്. അത് കാണാനായിട്ട് ലോകമെമ്പാടുമുള്ള ആൾക്കാർ ഇവിടെ വരാറുണ്ട്. അപ്പം ഞങ്ങൾ ഒക്ടോബർ ഫെസ്റ്റ് നടക്കുന്ന അതിനകത്തോട്ട് കയറി. ഇപ്പം നിങ്ങൾക്ക് കാണാം എല്ലാവരും ഒരേപോലത്തെ ഡ്രസ്സല്ലേ ഇട്ടേക്കുന്നത്. ഈ ഡ്രസ്സാണെങ്കിൽ ഒക്ടോബർ ഫെസ്റ്റ് ഉള്ളപ്പോൾ മാത്രം ധരിക്കുന്ന ഒരു ഡ്രസ്സാണ്. ഒക്ടോബർ ഫെസ്റ്റ് നടക്കുന്നതിന് ഒത്തിരി പ്രത്യേകതകളുണ്ട്. അതിലൊന്നാണ് ഈ കോസ്റ്റ്യൂം. ഈ സ്ത്രീകളുടെ ഉടുപ്പയിലുള്ള ഒരു കെട്ടുണ്ട്. അതിനൊരു പ്രത്യേകതയുണ്ട്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിപ്പോൾ ഇടത്തേക്കാണ് കെട്ടിയെങ്കിൽ അവർ സിംഗിൾ ആണെന്നും, ഇപ്പോൾ വലത്തേട്ടാണ് കെട്ടിയെങ്കിൽ മാരീഡ് ആണെന്നും, ഇപ്പോൾ ഇനി അത് നടുക്കാണ് കെട്ടിയെങ്കിൽ എന്നെ നോക്കണ്ടെന്നുമാണ് അതിൻ്റെ മീനിങ്. ആദ്യമേ തന്നെ ഞങ്ങളാണെങ്കിൽ ബലൂൺ പൊട്ടിക്കാൻ ഓർത്തു. അങ്ങനെ ഞങ്ങൾ ബലൂൺ പൊട്ടിക്കാൻ കയറി കേട്ടോ. ഞങ്ങൾ ബലൂൺ എറിഞ്ഞ് പൊട്ടിച്ചിട്ടാണ് ഇത് കിട്ടിയത്. ഒക്ടോബർ ഫെസ്റ്റ് എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും ബിയർ ഫെസ്റ്റിവലാണ്. പക്ഷേ ബിയർ ഫെസ്റ്റിവൽ മാത്രമല്ല, ഇതിനകത്ത് ഒത്തിരി കളിക്കാനുള്ള സാധനങ്ങളുണ്ട്. അങ്ങനെ ഞങ്ങൾ രണ്ടാമത്തെ റൈഡിൽ കയറാമെന്ന് വിചാരിച്ചു. ഈ ഗെയിം എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ ഗെയിമിനകത്ത് നമ്മൾ അതിനകത്ത് കയറിയിരിക്കും. എന്നിട്ട് ഇതൊക്കെ ഇറക്കും. ആദ്യമേ കുറച്ച് സ്ലോ ആയിരിക്കും, അത് കഴിഞ്ഞ് സ്പീഡിലാക്കും. അപ്പം നമ്മൾ അതിനകത്തിരുന്ന് വീഴാതെ നോക്കണം. ഈ ഫെസ്റ്റിൻ്റെ വേറൊരു പ്രത്യേകതയാണ് ഈ ബിസ്ക്കറ്റ്. ഞങ്ങളാണെങ്കിൽ ഒത്തിരി പേര് ഇത് കഴുത്തിലിട്ടുകൊണ്ട് നടക്കുന്നത് കണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഡാഷിംഗ് കാറിൽ കയറി. ഞങ്ങൾ ഏത് ഫെസ്റ്റിന് പോയാലും ഡാഷിംഗ് കാർ മറക്കാറില്ല. 5 ബിയർ കമ്പനികളാണ് മ്യൂണിഷനിലുള്ളത്. ആ 5 ബിയർ കമ്പനിയുടെയും ടെൻറ്റ് നമുക്ക് ഈ ഒക്ടോബർ ഫെസ്റ്റ് നടക്കുന്നിടത്ത് കാണാം. അപ്പം നമുക്ക് അവിടെ ഒന്ന് കയറി കണ്ടാലോ. ഈ ഒക്ടോബർ ഫെസ്റ്റിൽ ഇവർ 80 ലക്ഷം ലിറ്റർ ബിയറാണ് കുടിക്കുന്നത്. 1810 ഒക്ടോബർ 12 ബവേറിയൻ രാജാവിൻ്റെ വിവാഹത്തിനോടനുബന്ധിച്ച് നടന്ന ആഘോഷങ്ങളാണ് പിന്നീട് എല്ലാ വർഷവും നടത്തുന്ന ഒക്ടോബർ ഫെസ്റ്റായി മാറിയത്. എന്താണെന്ന് അറിഞ്ഞൂടാ, കുറച്ച് നടന്നു കഴിയുമ്പോൾ ഞങ്ങൾക്ക് വിശക്കും. അങ്ങോട്ട് ഞങ്ങൾ ഫുഡ് വാങ്ങി കഴിച്ചു. ഇവിടുത്തെ കുറച്ച് പ്രത്യേക ഫുഡുകളാണ് ഞങ്ങൾ കഴിച്ചത്. സുവനീർ വേണ്ടവർക്ക് ഇവിടെ വാങ്ങാൻ സുവനീർ കടകളും ഉണ്ട്. ഞങ്ങളാണെങ്കിൽ എല്ലായിടത്തും പോകുമ്പോൾ സുവനീർ വാങ്ങാറുള്ളതുകൊണ്ട് ഇവിടുന്ന് ഒരു സുവനീർ വാങ്ങി. ഈ ഫെസ്റ്റിന് പോയപ്പോൾ ഞങ്ങൾക്ക് ആകുമ്പോൾ ഒരു വിഷമം ഉണ്ടായിരുന്നുള്ളൂ, ആ കോസ്റ്റ്യൂം ഇല്ലാത്തതുകൊണ്ട്. പക്ഷെ സാരമില്ല, അടുത്ത വർഷം ഞങ്ങൾ എന്തായാലും പോകുന്നുണ്ട്. അപ്പോൾ ആ കോസ്റ്റ്യൂം ഇട്ടുകൊണ്ടായിരിക്കും പോകുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞങ്ങൾ കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കല്ല്. അപ്പോൾ അടുത്തൊരു പുത്തൻ വീഡിയോയിൽ ഞങ്ങൾ വീണ്ടും വരും. അതുവരേക്കും ബൈ ബൈ. Ready, steady, low.